നമസ്കാരം, JB ജംഗ്ഷനിലേക്ക് സ്വാഗതം. നമ്മുടെ മനസ്സിനെ സ്പർശിച്ച ഒരു സിനിമയെ മുൻനിർത്തിയായിരുന്നു കഴിഞ്ഞ ദിവസത്തെ JB ജംഗ്ഷൻ. ആ സിനിമയുടെ വഴിത്തിരിവുകളിലൂടെയുള്ള യാത്ര ഈ എപ്പിസോഡിലും തുടരുകയാണ്. കമ്മട്ടിപ്പാടം എങ്ങനെയാണ് നമ്മുടെ മനസ്സിനെ സ്പർശിക്കുന്നത്? വരട്ടെ. ബാലേട്ട, ഇവൻ മേഘരൂപൻ എന്ന് പറയുന്ന സിനിമയോട് അതിനോടനുബന്ധിച്ചാണ് നമ്മളുടെ ബന്ധം തുടങ്ങുന്നത്. ബാലേട്ടൻ്റെ സ്വഭാവത്തിൽ വളരെ പോസിറ്റീവായിട്ട് ഞാൻ കാണുന്ന ഒരു കാര്യമുണ്ട്. കാരണം ഒരു മിഡിൽ ക്ലാസ് ബാക്ക്ഡ്രോപ്പ് എന്ന് വരുന്ന നമ്മളെപ്പോലെയുള്ള പലർക്കും കേരളത്തിൽ ഒരുപാട് മോശപ്പെട്ട അനുഭവങ്ങളും അവഹേളനങ്ങളും പരാജയമൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ കയറി വരുന്നത്. ബാലേട്ടൻ്റെ ഏറ്റവും പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള അനുഭവങ്ങളെ വളരെ സരസമായി പറഞ്ഞ് അതിനെ അതിജീവിക്കാനുള്ളൊരു കഴിവ് ബാലേട്ടനുണ്ട്. അതിപ്പം ബാലേട്ടൻ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ള ഫിലിം മേക്കേഴ്സ് ആണെങ്കിലും ഡയറക്ടേഴ്സ് ആണെങ്കിലും നാടകരംഗത്തെ ആൾക്കാരാണെങ്കിലും ഒക്കെ അവർക്കൊക്കെ ഈ ഒരിക്കലും ഇത് ബാലേട്ടനോട് ചെയ്തുകൂടായിരുന്നു എന്ന് തോന്നിക്കുന്ന വിധത്തിലാണ് ബാലേട്ടൻ പിന്നീട് അതിനെപ്പറ്റി പറയുമ്പോൾ നമുക്കൊക്കെ ഫീൽ ചെയ്യുന്ന ഒരു കാര്യം. ഹോളിവുഡ് ചിത്രമായ ഗാന്ധിയിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ട്, അതും ഒരുപാട് നാടകവും സ്റ്റാനിസ്ലോവ്സ്കിയും പല മെത്തഡോളജിയിലുള്ള അഭിനയമൊക്കെ പഠിച്ചിട്ടുള്ള ഡ്രാമ സ്കൂളിലെ കുറേ ആൾക്കാരെ ആ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി കൊണ്ടുപോയിട്ടുണ്ട്. ആ അനുഭവം ബാലേട്ടൻ പറയുന്നത് വളരെ സരസമായിട്ടുള്ളൊരു അനുഭവമാണ്. അത് പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പറയാമോ? ഇത് ഞാൻ ഒരുപാട് സ്ഥലത്ത് വിറ്റ് കാശാക്കിയിട്ടുമുണ്ട് സരസമായ കാര്യം. അത് ഈ നാഷണൽ സ്കൂളിലോട്ടാണ്. നമ്മളൊരു കറുത്ത ദൈവത്തെ തേടി എന്നുള്ള G. ശങ്കരപ്പിള്ള സാറിൻ്റെ ഒരു നാടകം അന്ന് വളരെ പ്രശസ്തമായിരുന്നു. അപ്പം അതും കൊണ്ട് ഡൽഹിയിൽ അവതരിപ്പിക്കാൻ പോയിട്ട് ഞങ്ങൾ NSDയുടെ ഒരു ഹോസ്റ്റലിലാണ് താമസിക്കുന്നത്. അപ്പോൾ അവിടെ വെച്ചാണ് പല ആൾക്കാരെയും കാണുന്നില്ല. ഒരു ദിവസം നോക്കിയപ്പോൾ നമ്മുടെ കൂടെ വന്ന പല സഹപാഠികളെയൊന്നും കാണുന്നില്ല. വൈകുന്നേരം ആയപ്പോൾ യവന്മാരെല്ലാം ഭയങ്കര ആഹ്ലാദത്തിൽ വന്ന് പറയുക, ഞങ്ങൾ ഇന്ന് രാവിലെ NSD എന്നൊരു വണ്ടി പോയപ്പോൾ ഞങ്ങൾ ഹരിയാനയുടെ ബോർഡറിലേക്ക് പോയി. അവിടെ ആറ്റൻബറോയുടെ ഗാന്ധി സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുകയാണ്. അത് പോയപ്പം ഭയങ്കര രസമാണ് പാലേട്ട. കാര്യം നമുക്ക് അശോക ഹോട്ടലിൽ നിന്നുള്ള ഫുഡ് ഇത് ഏറ്റവും വൈകുന്നേരം തിരിച്ചു വരുമ്പോൾ 75 രൂപയും നമുക്ക് കിട്ടും. ഭയങ്കര കോളാന്നൊക്കെ പറഞ്ഞു. ഞാൻ പോയി, എടാ നിങ്ങൾ എന്നിട്ട് എന്നെ ഒന്നും അറിയിച്ചില്ലല്ലോ, അത് നമുക്ക് നാളെ പോകാമെന്ന് പറഞ്ഞ് അടുത്ത ദിവസം രാവിലെ ഇതുപോലെ ബസ് വന്ന് നല്ല തണുപ്പൊക്കെയാണ്. എല്ലാം കൂടെ പല്ലവൻ്റെയൊക്കെ ഷൂസും ഒക്കെ എടുത്തിട്ടാണ് പോയി ഡൽഹിയിലേക്ക് എത്തിയിരിക്കുന്നത്. അവിടുന്ന് ഈ വണ്ടിക്കകത്ത് കയറി ഈ ഹരിയാന ബോർഡറിൽ ചെന്ന് ഇറങ്ങുമ്പോൾ നമുക്ക് ആരെയും കാണാൻ പറ്റത്തില്ല. അങ്ങ് ഫോഗാണ്, അങ്ങ് നിൽക്കുക. പക്ഷെ നമുക്ക് ചില സ്മെല്ലൊക്കെ ഇങ്ങനെ കിട്ടും, ഒട്ടകത്തിൻ്റെ, കാളയുടെ, കോഴിയുടെ, പശുവിൻ്റെ. കുറേ കഴിയുമ്പോഴാണ് ഈ വലിയ ഒരു ഏരിയ, എത്രയോ ഏക്കർ ഏരിയ മുഴുവൻ ഒരു ഹില്ലേരിയ, താഴ്വാരങ്ങളും ഒക്കെ ആയിട്ടുള്ള സ്ഥലമാണ്. ഇവിടെ മുഴുവൻ ഇന്ത്യയുടെ ഒരു അടരങ്ങനെ നിൽക്കുക. ഗ്രാമവും എല്ലാം, സ്ത്രീകളും വൃദ്ധന്മാര്, കുഞ്ഞുങ്ങള്, കുഞ്ഞുകുട്ടി പരാധീനങ്ങൾ എന്ന് വേണ്ട സർവ്വ ജീവജാലങ്ങളും ഒക്കെ ഇവിടെ ഇങ്ങനെ അണിഞ്ഞു നിരത്തി വെച്ചിരിക്കുക. അവിടെ എടുക്കുന്നത് ഈ ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം രംഗമാണ് ഷൂട്ട് ചെയ്യേണ്ടത്. നമുക്കറിയത്തില്ല ചെന്നത്. അപ്പം ഞങ്ങൾ ചെന്നിറങ്ങിയപ്പോൾ തന്നെ ഞങ്ങളെ ഓരോരുത്തരെയും ഒരുത്തം വന്ന് ഇങ്ങനെ നോക്കിയിട്ട് അവിടെ വെച്ച് തന്നെ വിഭജിക്കുന്നുണ്ട്. എന്നെ മുസ്ലിമാക്കി മാറ്റി, കൂടെ വന്ന് വേറൊരുത്തനെ ഹിന്ദു ആക്കി മാറ്റി, പൊയ്ക്കോ എന്ന് പറഞ്ഞാൽ അവിടെ വെച്ച് വിഭജനം തുടങ്ങുക. അപ്പം ഞാൻ അവനോട് പറയുന്നടാ, ഇനി എപ്പോൾ അതൊന്നും പറയാൻ പറ്റത്തില്ല, പൊയ്ക്കോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങോട്ട് മാറുന്നു അങ്ങോട്ട് മാറുന്നു. ഒരു കൂടാരത്തിൻ്റെ അടുക്കി ചെല്ലുമ്പോൾ നമ്മുടെ ഡ്രസ്സെല്ലാം അവിടെ ഊരിയിട്ടിട്ട് എനിക്ക് വേറെ ഈ കുർത്തായും മുസ്ലിം ഇതൊക്കെ കെട്ടണം, തൊപ്പി ഇതൊക്കെ എനിക്ക് തരുന്നു. 3 ടോക്കണും തരും. അപ്പൊ നമ്മളോട് അപ്പോഴേ പറയും, ഈ ടോക്കൺ കളയാൻ പാടില്ല. ഭക്ഷണത്തിന്റെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനുള്ളത്, ഉച്ചയ്ക്കുള്ളത്, ഏറ്റവും അവസാനം അവിടുന്ന് ഒരു ടോക്കൺ തരും. അത് നിങ്ങൾ കൊണ്ടുവന്ന് ഇവിടെ തന്നാലേ നിങ്ങളുടെ ഒറിജിനൽ ഡ്രസ്സൊക്കെ തിരിച്ചു വിടും. അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധ ഇതിലുണ്ടായിരിക്കണം, കളയരുതെന്ന് പറയും. അപ്പൊ നമ്മൾ ഇതൊക്കെ ഒരു പ്രത്യേക സ്ഥലത്ത് വെച്ച് പോകാതൊക്കെ ഉറപ്പിച്ചു വെച്ചിരിക്കുക. എന്നിട്ട് ഇങ്ങനെ പാകിസ്ഥാനിലേക്ക് പോകേണ്ട മുസ്ലിങ്ങളെല്ലാം ഒരു സെറ്റ് ഇങ്ങനെ 10,000 ആൾക്കാരെ നിരത്തുന്നു, അവിടെ നിന്ന് ഇങ്ങോട്ട് നിരത്തുന്നു. കുറേ സമയമെടുക്കും. ഇതിനിടയ്ക്ക് ഈ ബ്രേക്ക്ഫാസ്റ്റ് വന്നപ്പോൾ ഒരു ടോക്കൺ കൊടുത്തു, ഓരോരുത്തർ വാങ്ങിച്ച് അത് കഴിക്കും, ഇവിടെ നിന്ന്. അപ്പോൾ എൻ്റെ മനസ്സിൽ വന്നു വെച്ചാൽ, ഞാൻ ഈ സ്കൂൾ ഓഫ് ഡ്രാമയെ സ്റ്റാനിസ്ലാവ്സ്കി സിസ്റ്റം ഒക്കെ പഠിച്ചിട്ട് പോയിരിക്കുക. അപ്പം മാജിക് ഈഫ് ഉപയോഗിക്കണം എന്ന് വെച്ചാൽ, ഞാനൊരു പാവപ്പെട്ട ഒരു കുടുംബത്തിലെ ഒരു മുസ്ലിം പയ്യനാണ് എങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഇതാണ് മാജിക് ഈഫ് എന്നുള്ളത്. എൻ്റെ ഉമ്മയും ബാപ്പയും ഒക്കെ ഹിന്ദുക്കൾ തല്ലിക്കൊന്നു എങ്കിൽ, എല്ലാത്തിൻ്റെ കൂടെ നമ്മൾ ഈ എങ്കിൽ ചേർക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് വരേണ്ട ഒരു ആക്ടിങ് ഉണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു അതൊക്കെ ഇവിടെ ഉപയോഗിക്കേണ്ട സന്ദർഭമാണ്. ഇപ്പം മുകളിലിരുന്ന് ഈ ആറ്റംബെറു ഹെലികോപ്റ്ററിലിരുന്ന് നോക്കുമ്പം
നമുക്ക് തോന്നുക അവൻ ആരാടാ ഒരുത്തൻ, ആ ജയശങ്കര പിള്ളയുടെ സ്കൂളിൽ നിന്ന് വന്ന ഒരുത്തൻ, അവന് ശരിയല്ലല്ലോ എന്നൊന്നും പറയാൻ ഇടയാക്കരുത്. നമ്മൾ ഭംഗിയായിട്ട് അത് ചെയ്തിരിക്കണം, ഫുൾ ഇന്റൻസിറ്റി. അപ്പൊ ഞാൻ ഇതെല്ലാം മനസ്സിലിട്ട് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോഴും നമ്മുടെ ഒരു കയ്യിൽ എന്ത് വേണം, ഇത് ഈ ശബ്ദം ഇത് പോകരുത്, ഈ ടോക്കം പോകാൻ പാടില്ല. അപ്പം ഒരു സന്ദർഭമായപ്പം ബിസിലടിയും ഈ വാക്കി ടോക്കിയൊക്കെ ഉപയോഗിച്ചിട്ട് പറഞ്ഞു മൂവ് ചെയ്യാൻ പറയും. അപ്പം ഭയങ്കര അഭിനയമാണ്. ഒരു കുറേയൊക്കെ ഇങ്ങനെ പോകുമ്പം വയറുവേദന വരുന്നു, ഭയങ്കര പ്രശ്നങ്ങൾ, അതൊക്കെ കാണിച്ചപ്പോൾ എനിക്ക് പെട്ടെന്ന് എൻ്റെ ബുദ്ധി പ്രവർത്തി, ഈ കോൺസെൻട്രേഷൻ ആൻഡ് അറ്റൻഷൻ എന്നൊരു പാഠം പഠിച്ചിട്ടുണ്ട്. കഥാപാത്രവുമായിട്ട് അങ്ങനെ ചെയ്യുമ്പോഴും നമ്മുടെ ഒരു അറ്റൻഷൻ എവിടെ വേണം, ഈ ലൈറ്റിങ്ങിനെ കുറിച്ച് മറ്റു കാര്യങ്ങളെ കുറിച്ചൊക്കെ ഉള്ള അത് വേണം. അത് അപ്ലൈ ചെയ്യേണ്ട സന്ദർഭമാണ് ഇതെന്ന് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ ഇങ്ങനെ പോയിട്ട് കാര്യമില്ല, എൻ്റെ മുഖം കിട്ടത്തില്ലല്ലോ, ക്യാമറ ഹെലികോപ്റ്ററിലില്ലേ. അപ്പൊ ഞാൻ ഭയങ്കര ഇപ്പൊ എന്റെ വിചാരം ബാക്കി എല്ലാവന്മാരും മണ്ടന്മാരാ, എനിക്ക് മാത്രമേ ഇത് അറിയാവൂ. ഞാൻ മുകളിലോട്ട് നോക്കി ഭയങ്കര വികാരാധീനായിട്ട് അഭിനയിക്കുമ്പോഴും ഒരു കൈ ഇവിടെ ടോക്കൺ, അത് ആർക്കും അറിയത്തില്ല, അത് എനിക്ക് മാത്രമേ അറിയാവൂ. ഇത് പോകാതിരിക്കാൻ മുറുകെ പിടിക്കുകയൊക്കെ ചെയ്ത് നിലത്ത് വീഴുന്നു, ഉരുളുന്നു. കുറെ കഴിഞ്ഞത് കട്ടാക്കി. ഞാൻ വിചാരിച്ചു ഫലിച്ചു, കുറെയൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ പറഞ്ഞു ഇത് പോരാ, ഇനി റീടേക്ക് ഉണ്ട്. ഷോ എൻ്റെ അപ്പോഴത്തേക്ക് നമുക്ക് ഇതിനോടുള്ള ആവേശമൊക്കെ ഉണ്ട്. ഇനി തിരിച്ച് ഈ ഒട്ടകം, കാളവണ്ടി, കുതിരവണ്ടി എല്ലാം തിരിച്ചു കൊണ്ടുവന്ന് നിർത്തി 3-3.5-4 മണിക്കൂർ എടുക്കും ഇതൊന്ന് റീഅറേഞ്ച് ചെയ്ത് വരാൻ. ആ രണ്ടാമത്തെ ഭാഗം ചെയ്തപ്പോൾ ഞാൻ പിന്നെ നീ ഭയങ്കര ഭാവാഭിനയം നടക്കും, ഇവരൊക്കെ ആര് കാണാനാന്ന് പറഞ്ഞ ഒരു ഉഴപ്പ് ലെവലിൽ. അപ്പോഴും ഏക ശ്രദ്ധ ഇതിലേ ഉള്ളൂ, ബാക്കിയൊക്കെ ചുമ്മാ പിന്നെ അയാൾ പിടിക്കും എന്തെങ്കിലും അട്ടൊന്നും പറഞ്ഞ് ഇവിടെ പിടിച്ചോണ്ട് അഭിനയിക്കുക. എന്നിട്ട് ഈ പടം അവസാനം ഇത് കഴിഞ്ഞു. ഈ തിരിച്ച് നമുക്ക് സന്തോഷം തരുന്ന ഒരു കാര്യം, നമുക്കാണെങ്കിൽ സാധാരണ ഈ ബസ്സിലേക്ക് ശീലമേ ഉള്ളൂ. ഒരു 20 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി തരാനില്ലാതെ അയാൾ 5-6 പേരെ കൂട്ടിയേപ്പിച്ച് ഇതന്നെ നിങ്ങൾ അയാൾക്ക് 50 പൈസ കൊടുക്ക്, ഇവന് 1 രൂപ കൊടുക്ക് എന്നും പറഞ്ഞ് പിന്നെ നമ്മൾ ഇതും കൊണ്ട് സോഡ വാങ്ങിക്കാൻ നടക്കുക. എന്നിട്ട് അവര് തമ്മിൽ അടി, സിഗരറ്റ് വാങ്ങിക്കാൻ കടക്കാരൻ നമ്മളെ ചീത്ത പറയുക. ഇത്തരം അനുഭവമേ നമുക്കുള്ളൂ. ഇവിടെ വന്ന സ്ഥലത്ത് 3 സായിപ്പന്മാരിരുന്നു. നമ്മളിൽ മറ്റേ ടോക്കൺ കൊണ്ടു കൊടുത്തു, നമ്മുടെ ഒറിജിനൽ ഡ്രസ്സ് വന്നു കഴിഞ്ഞ് ഇവിടെ എത്തുന്നത് അവിടുന്ന് ഒരു ടോക്കൺ തരും. ആ ടോക്കൺ കൊണ്ടുവന്ന് ഈ സായിപ്പിന്റെ കൈ കൊടുക്കുമ്പോൾ 3 പേരിരുപ്പോൾ ഒരുത്തൻ്റെ കയ്യിൽ 50ന്റെ നോട്ട്, വേറൊരുത്തൻ്റെ കയ്യിൽ 20, വേറൊരുത്തൻ്റെ കയ്യിൽ 5. നമ്മുടെ ഈ ടോക്കൺ വാങ്ങുന്നു 50, 20, 5. സന്തോഷം. ഇത് വീതിച്ചെടുക്കലും അതും ഇതൊന്നുമില്ല, വളരെ കറക്റ്റാണ്. അങ്ങനെ 75 രൂപയും കിട്ടി വന്നു. പടം ഇറങ്ങുന്ന അവസരത്തിൽ എന്തൊക്കെ ആയാലും നമ്മുടെ മനസ്സിൽ ഒരു ആഗ്രഹം ഉണ്ടല്ലോ, ഇവിടെ കാണുമായിരിക്കും, എവിടെങ്കിലും നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ കാണാതിരിക്കത്തില്ല. എന്താ വെച്ചാൽ ഞാൻ ഈ ഗാന്ധി സിനിമ കാണാൻ വേണ്ടി പോയിരുന്നത് ആവുന്ന നോക്കിയിട്ടും ആ രംഗം വന്നിട്ട് ഒരു രക്ഷയില്ല. പുഴുക്കളെ പോലെ ഞാൻ ആൾക്കാർ പോകുന്നൊന്നല്ലാതെ ആരെയും കാണാനൊന്നുമില്ല. പിന്നെ എനിക്കൊരു അസംതൃപ്തി, അങ്ങനെ കാണാതിരിക്കൂ എന്നായിരുന്നു. പിന്നെയും ഞാൻ ഈ പടം കാണാൻ പോയി. ഇപ്പോഴും ഞാൻ സത്യത്തിൽ ഈ ഗാന്ധി സിനിമ ഇടുമ്പോൾ എനിക്ക് ഏക സ്ഥലത്ത് ആ പാർട്ടിഷൻ പോർഷൻ വരുന്നിടത്ത് ആരും അറിഞ്ഞില്ലെങ്കിലും ഇരുന്ന് ഇവിടെ എവിടെങ്കിലും ഒരിടത്ത് എന്നെ ഒന്ന് തപ്പിയെടുക്കുമോ, ആരെയാണ് സ്റ്റാനിസ്ലാവ്സ്കി സിസ്റ്റം അപ്ലൈ ചെയ്യുകയും അതേസമയം തന്നെ ടോക്കൺ സംരക്ഷിക്കുകയും ചെയ്തുകൊണ്ട് ഭയങ്കരമായ ഈ എന്താണ് കീറി മുറിക്കപ്പെട്ട ജീവിതത്തെ ആവിഷ്കരിക്കുന്ന ബാലേന്ദ്രൻ ഇവിടെ എവിടെങ്കിലും ഉണ്ടോ എന്ന് ഇനിയും ആ പടം വരുമ്പോൾ ഞാൻ ഇരുന്ന് കാണും, എവിടെങ്കിലും ഉണ്ടോ എന്നറിയാം. മണികണ്ഠൻ ഒരു പക്ഷേ ഈ സിനിമയില് ഈ പറഞ്ഞ കമ്മട്ടിപ്പാടത്തിൽ ഒരു റോള് കെട്ടി വരുന്നു. ഇതിനൊരു നായക തുല്യമായിട്ടുള്ള ഒരു പദവി ഉണ്ടെന്നുള്ളതൊന്നും അന്നൊരിക്കലും എനിക്ക് തോന്നുന്നില്ല മണികണ്ഠന്റെ ബോധം ഉണ്ടാവും. അല്ല, അഭിനയിച്ച് തുടങ്ങുമ്പോഴും ഉണ്ട്. ഇത് ഒരു പക്ഷേ തെറിച്ചു നിൽക്കുന്നൊരു കഥാപാത്രമാണ്. അതിൽ താരപരിവേഷമുള്ള ദുൽഖറിൻ്റെ ഒപ്പം അല്ലെങ്കിൽ തൊട്ട് മോളിൽ നിൽക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ സിനിമ പടുത്തുയർത്തപ്പെട്ടിരിക്കുന്നത് മണികണ്ഠന്റെ തോളിലാണ് എന്നൊക്കെ ചിന്തിച്ചിരുന്നു. ഇല്ല, ചെയ്യുന്ന സമയത്ത് വേറെ ഒന്നും ചിന്തിച്ചില്ല. പറയുന്ന കാര്യം കൃത്യമായിട്ട് ചിന്തിച്ചു. ഈ സിനിമയെ മുമ്പോട്ട് കൊണ്ടുപോകാൻ പോകുന്ന ഒരു കഥാപാത്രം മണികണ്ഠൻ്റെതാണ്, ബാലചേട്ടനാണെന്ന് ഇതുവരെ ചെയ്ത ഞാൻ 3 തമിഴ് സിനിമയിൽ ചെയ്തിട്ടുണ്ട്. അത് 1-2 പുറത്തു വന്നിട്ടുമില്ല. ഇല്ല, ഒരെണ്ണം വന്നുള്ളൂ, അത് ഒരു 3-4 ദിവസമേ ഓടിയുള്ളൂ. അത് പൊളിഞ്ഞു പോയി ചെയ്തു. ഞങ്ങള് പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിൽ, അവിടെ തിയേറ്റർ ലാബ് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചിരുന്നു ചെന്നൈയിൽ. അപ്പൊ അവിടെ പഠിച്ച പിള്ളേരെല്ലാരും കൂടി പ്ലാൻ ചെയ്ത് അതുപോലുള്ള റോൾ ആയിരിക്കുമെന്ന് വിചാരിച്ചു. അല്ല, അതേപോലെ അല്ല, ഈ റോൾ എന്തായാലും ശ്രദ്ധിക്കപ്പെടും. നമ്മള് നടനാണെന്ന്, അല്ലെങ്കിൽ സിനിമയിൽ അവൻ സിനിമയിലൊക്കെ ഉണ്ട് കേട്ടോ, അവൻ വെറുതെ പറഞ്ഞ നടക്കല്ല, സിനിമയിലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ എന്ന് പറയുന്ന ഒരു സാധനം വരും. പണ്ട് സിനിമയിൽ അഭിനയിക്കാൻ പോകുന്ന പറഞ്ഞൊരു പോക്ക് പോയിട്ടല്ലേ പിന്നെ നാട്ടിലേക്ക് വരാൻ പറ്റായിരുന്നു. ഞങ്ങളുടെ നാട്ടുകാരൊക്കെ പുലി വരുന്നു എന്ന് പറയുന്ന അവസ്ഥയിലാണ്. ഒറിജിനൽ പുലി വണ്ടി കയറിയതാണ്.
പിന്നെ തിരിച്ചു വരാൻ പറ്റാതിരുന്നത് സിനിമ ഇറങ്ങാത്തോണ്ടാണ്. അതെ അതെ. അതുപോലൊരു അവസ്ഥ ഇനി ഇവിടുന്ന് വണ്ടി കയറേണ്ട വരുമെന്നുള്ള ചിന്തയുണ്ടായിരുന്നോ ഈ സിനിമയിൽ അഭിനയിക്കില്ല? ഇല്ല. രാജീവേട്ടന്റെ പടം ഒരു നല്ല ടീമാണ്, ഒരു സോളിഡ് ടീമാണ്, നടക്കും എന്നുള്ള വിശ്വാസം ഉണ്ടായിരുന്നു. എന്തായാലും എൻ്റെ ജീവിതത്തിനൊരു മാറ്റം വരാൻ പോകുന്നുണ്ടെന്ന് ഒരു തോന്നലുണ്ടായിരുന്നു. ഇത് ആരോടൊക്കെയാണ് ഇങ്ങനൊരു മാറ്റം വരുന്ന സമയത്ത് മണികണ്ഠൻ പങ്കുവെക്കുന്ന ആരാണ്? നന്ദി പറയാനുള്ള അല്ലതല്ല, ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ വരുമ്പോൾ നമ്മൾ ചിലരോട് പറയില്ലേ, വളരെ അടുത്ത സുഹൃത്തുക്കളോട്. അതേസമയം തന്നെ എടാ നീ അത് ആരോടും പറയരുത് കേട്ടോ, എന്ന കാരണം ഇത് എങ്ങനെ വരാൻ പോകുന്നതെന്ന് പറയാൻ പറ്റില്ല. ഇപ്പം അദ്ദേഹം ആദ്യ സിനിമയിൽ അഭിനയിച്ച ആരോട് പറഞ്ഞിട്ടുണ്ടാവില്ല, അത് നോക്കിയിട്ട് ഉണ്ടോ നോക്കിയിട്ട്. ഈ 3 സിനിമകൾ അഭിനയിച്ചത് ഓരോ ഷോട്ട് കഴിയുമ്പോഴും കൂട്ടുകാരെയൊക്കെ വിളിച്ചു പറയും എന്റെ സാധനം ഉണ്ടായിരുന്നട്ടാ, മറ്റേ ഞാൻ കാറിൽ നിന്ന് ഇറങ്ങി വേണ്ടട്ടാ, മറ്റേ ചെയ്തട്ടാ എന്ന് പറഞ്ഞാൽ അതായത് സ്വയം പൊക്കി പറയാന്നുള്ളൊരു സാധനം. ഇത് ഈ പരിപാടി നിർത്തി 3 എണ്ണം ഇറങ്ങിയില്ല, നാണക്കേടായ കാരണം. ഈ പടത്തിനെ കുറിച്ച് ഒരു അക്ഷരം അതുകൊണ്ട് ഒരു പൊങ്ങച്ചം പറയാൻ പോയില്ല, ഒന്നും പറയാൻ പോയില്ല. എന്നിട്ട് പറയാം സിനിമയാണ്, അത് വന്ന് സ്ക്രീനിൽ കണ്ടതിന് ശേഷം എന്തെങ്കിലും പറയാം. വെട്ടിക്കളയുന്ന ആർക്കറിയാം, അറിയാം ഒന്നും പറയാം. അപ്പൊ അതുകൊണ്ട് ഇതിനെ കുറിച്ച് വലിയ അഭിപ്രായം നടത്തിയില്ല, ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. പ്രതീക്ഷ ഉണ്ടായിരുന്നു ഈ പറഞ്ഞ ഒരു നടൻ എന്നുള്ളൊരു സാധനം ഉണ്ടാവും. ഈ സിനിമ എഡിറ്റ് ചെയ്തതിനു ശേഷം മണികണ്ഠൻ കണ്ട? ഇല്ല, ഡബിങ്ങിന്റെ സമയത്ത്. അപ്പോഴും ഇതിന്റെ തീഷ്ണത തീവ്രത മനസ്സിലായി. പക്ഷെ മൊത്തത്തിൽ സിനിമ വരുമ്പോൾ എങ്ങനെയാണെന്ന് ചിന്തിച്ചില്ല. തിയേറ്ററിൽ കവിതയിൽ ഇരുന്ന് കാണുമ്പോ ആദ്യത്തെ ഷോ ഇപ്പൊ കണ്ടോ? ആദ്യത്തെ ഷോ ഉണ്ട്, ഫസ്റ്റ് ഷോ ഉണ്ട്. അല്ല, അതൊരു വല്ലാത്തൊരു പ്രശ്നം ഉണ്ടാവൂലേ ചില ആദ്യത്തെ ഷോ കാണാൻ പോകുമ്പോൾ? അതെ, 3-4 ടിക്കറ്റ് തന്നു എനിക്ക് മോളില് ഇരുന്ന് കാണാനായിട്ട്. ബാൽക്കണിയിൽ ഇരുന്ന് കാണാനുള്ള ടിക്കറ്റ് തന്നു. അപ്പൊ എന്റെ സുഹൃത്തുക്കള് ഓരോരുത്തർ വന്നപ്പോ അവരെ അവിടെ ഇരുത്തിയിട്ട് പിന്നെ എന്റെ ടിക്കറ്റ് ഇല്ല. അപ്പൊ ഒരു മഞ്ഞ ടിക്കറ്റ് ഉണ്ട് താഴെ, ബ്ലാക്ക് ടിക്കറ്റ് വിൽക്കാനുള്ള പരിപാടി ഒരു മഞ്ഞ ടിക്കറ്റ് കിട്ടി. താഴെയാണ് സാധാരണക്കാരുടെ കൂടെ, നമ്മളുടെ കൂട്ടുകാരുടെ കൂടെ ഒക്കെ ആയിരുന്നു ആ ഒച്ചപ്പാടും അതൊക്കെ ലൈവായിട്ട് കേൾക്കാനുള്ള ഒരു ഭാഗ്യമുണ്ട്. എന്റെ അടുത്തിരുന്നത് എന്റെ നാട്ടുകാരൻ തന്നെ. അവൻ ഇരുന്ന കാര്യമൊന്നും എനിക്കറിയില്ല. എന്റെ ഒരു സീൻ, ഫസ്റ്റ് സീനില് ഈ ഷെട്ടിപ്പുറത്ത് വരുന്ന സീനില് ഭയങ്കര ചെറിയൊരു കയ്യടി ഉണ്ടാവുമല്ല, ഇത് പിന്നെ ആരടാ എന്നുള്ളൊരു സാധനം ഉണ്ടാവും ഞാൻ വിചാരിച്ചോളൂ. പക്ഷെ ഞാൻ പ്രതീക്ഷിച്ചതിന്റെ അപ്പുറത്തെ കയ്യടി വന്നപ്പോ ഇവനെ അങ്ങോട്ട് കെട്ടിപ്പിടിച്ചു കരഞ്ഞ് നോക്കിയപ്പോഴാണ് ഇവനെന്റെ കൂട്ടുകാരനാ അർജുൻ. ആരാ എനിക്ക് അറിയുന്ന കെട്ടിപ്പിടിച്ച് കരയണം. അപ്പൊ കരഞ്ഞു. അല്ല, അപ്പൊ അവനപ്പൊ നോക്കണ ഞാനാണെന്നുള്ള. എന്നിട്ട് നോക്കിയപ്പോ അവരും തിരിച്ചറിഞ്ഞിട്ടുണ്ടാവൂല. അല്ല, തിരിച്ചറിഞ്ഞു. അർജുൻ എന്ന് പറയുന്ന അവനൊരു സിനിമാ താരമാണ്, തൃപ്പൂണിത്തുറയിലുള്ള. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങള് സന്തോഷത്തോടെ എല്ലാ സീനിലും കരഞ്ഞുകൊണ്ടേ കണ്ടു. കരച്ചിലാണ്. അത് അർജുൻ വിളിച്ചു പറഞ്ഞോ ഇവിടുത്തെ നായകൻ ഇവിടെ ഇരിപ്പുണ്ടെന്നുള്ളൊരു. ഇല്ല, അത് പടം കയറുന്നതിന് മുമ്പ് അർജുനെ അവിടെ കണ്ട് സംസാരിക്കുകയും ചെയ്തു. പക്ഷെ അർജുനാണ് ഇവിടെ ഇരിക്കുന്നതെന്നോ അല്ലെങ്കിൽ ഞങ്ങൾ അങ്ങനത്തെ ഒരു പ്ലാനിങ്ങോ ഒന്ന് കിളി പോയിരിക്കുകയായിരുന്നു. എന്തൊക്കെയാണോ പറയണത്. അതിനുശേഷം കിളി തിരിച്ചെത്തിയിട്ടുണ്ടോ? ഇപ്പൊ കുറേശ്ശെ വന്നു. അന്ന് പറഞ്ഞു പോയതാണ് ഫസ്റ്റ് ഷോയ്ക്ക്. അത് കഴിഞ്ഞ തിയേറ്ററിൽ കരയാൻ കാരണം സാറേ, ആ സീനുകൾ ഓരോ സീനുകൾ കാണുമ്പോൾ ഞാൻ അനുഭവിച്ച ഓരോ എൻ്റെ വേദനകളാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇപ്പൊ ഇടിക്കണടാന്ന് ചോദിക്കുമ്പോൾ എന്നെ എന്താ പറയാ, പല സ്ഥലങ്ങളിലും ഞാൻ പരിഹസിക്കപ്പെടുകയും അല്ലെങ്കിൽ ഞാൻ സിനിമയിലധികം ചാൻസിന് വേണ്ടി കഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷെ നാടകത്തിൽ ജൂനിയർ ആർട്ടിസ്റ്റായിരുന്നു. കോറസിൽ കളിക്കുക, കോറസ് ഹാ ഹ് ഹൂ ഹ്, ഈ സാധനം ഇതൊന്നും മാറ്റി പിടിച്ച് ഒരു ഡയലോഗ് പറയണമെന്നുള്ള ആഗ്രഹം കൊണ്ട് കുറേ നാള് നടന്നിട്ടുണ്ട്. അങ്ങനെ എനിക്ക് അപ്പൊ അതിൽ നിന്നുണ്ടായിട്ടുള്ള അപകർഷതാബോധം ഒക്കെ കളഞ്ഞു കുളിക്കാൻ കഴിയാനുള്ള അവസ്ഥയായിരുന്നു. ഈ സ്ക്രീനിൽ ഓരോ സീൻ വരുമ്പോഴും ഒരു ചെറിയ പ്രതികാരം പോലെയൊക്കെ ഇടിക്കുന്നത്. അപ്പൊ എന്റെ കുറെ പ്രശ്നങ്ങൾ ആ ക്യാരക്ടർ എനിക്ക് വേണ്ടി ബാലൻ കുറെ പേര് ഇടിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഒരുപാട് പേരെ അപ്പൊ നോട്ടമിട്ട് വെച്ചിട്ടുണ്ട്. അല്ല, ഇടിക്കാന്ന് അങ്ങനെയല്ല, നമ്മുടെ സാഹചര്യത്തോടുള്ള അത് അവരുടെ തെറ്റുമല്ല. ഇപ്പൊ ഞാനാണെങ്കിൽ പോലും, ഞാനൊരു സാധാരണക്കാരനാണെങ്കിൽ നാടകം എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരൻ ചുമ്മാ അലഞ്ഞു നടക്കുക, ഒരു പണിക്കും പോവില്ല, പഠിച്ചിട്ടുമില്ല, കയ്യിൽ 5 പൈസയില്ല. എത്രാം ക്ലാസ് വരെ മണികണ്ഠൻ പഠിച്ചു? ഉന്നത വിദ്യാഭ്യാസം. ഉന്നത വിദ്യാഭ്യാസം ഉണ്ട്. ഉന്നത വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ സ്കൂൾ ഓഫ് ലെറ്റേഴ്സിലാണോ പഠിച്ചത്? 7 വരെ ഞാൻ പഠിച്ച സ്കൂളിൽ RLV സ്കൂളിലാണ് ഞാൻ പഠിച്ചത്, തൃപ്പൂണിത്തുറ.
7 വരെ ഉള്ളു അവിടെ. ആ അപ്പോൾ ഞാൻ 7ാം ക്ലാസ്സിലേക്ക് ജയിച്ചു. ആ ജയിച്ചിട്ട് ഞാൻ പോയില്ല, ആ പക്ഷെ അത്ര 6 വരെ പഠിച്ചു എന്ന് പറയാം. അപ്പൊ 6 വരെ പഠിക്കാൻ ഞാനൊരു 10-11 എടുത്തിട്ടുണ്ട്. എല്ലാം ഉറപ്പിച്ചുറപ്പിച്ചാ പോയി. അതെ അതെ 7ലേക്ക് ആയി. സത്യം പറയട്ടെ മണികണ്ഠൻ ഒരു 10ാം ക്ലാസ് പ്രീ ഡിഗ്രിയോ IT ഒക്കെ എടുത്തിരുന്നിട്ടുണ്ടല്ലോ, ഇന്ന് ഇവിടെ ഇരിക്കില്ല. ഇതിനൊക്കെ ഒരു നിമിത്തമുണ്ട്. മണികണ്ഠൻ ഞാൻ പഠിക്കുന്നൊരു വിദ്യാർത്ഥിയായിരുന്നെങ്കിൽ വല്ല സ്റ്റേഷൻ കടയിൽ ഇപ്പൊ സാധനം എടുത്തു കൊടുത്തു, അല്ലെങ്കിൽ വല്ല കടകപ്പള്ളയായിട്ട്. ഇല്ല, വിദ്യാഭ്യാസം പ്രശ്നം തന്നെയാണ്. വിദ്യാഭ്യാസം പ്രശ്നം തന്നെയാണ്. ചില സ്ഥലങ്ങളിലൊക്കെ പ്രശ്നമാണ്. ഈ നാടകത്തിൽ നിന്നും സിനിമയിൽ നിന്നും പരിസരത്തു നിന്നും ആർജിക്കുന്ന വിദ്യാഭ്യാസത്തിന്റെ 10-1 നമ്മൾ സ്കൂളിൽ പഠിക്കുന്നത്. അന്നാ എല്ലാവരും നാടകത്തിനും സിനിമയ്ക്കും പോയാൽ മതിയല്ലോ, നമ്മൾ സ്കൂളിൽ പോകേണ്ട കാര്യമില്ല. സ്കൂളിൽ നിന്ന് കിട്ടേണ്ട ചില കാര്യങ്ങൾ, അത് ചില കാര്യങ്ങൾ തന്നെയാണ്. ആ ഒരു കുഞ്ഞുണ്ണി മിസ്സിംഗ് ആണ്. അപ്പൊ മണികണ്ഠന്റെ കോളേജിലൊക്കെ പോയിട്ട് പഠിച്ചിട്ട് ഒരു 2-3 പ്രണയമൊക്കെ നടത്താൻ പറ്റാത്തതിന്റെ ബുദ്ധിമുട്ടൊക്കെ അതല്ല. ഇല്ല, പ്രണയിക്കാൻ കോളേജിൽ പോകണമെന്നൊന്നുമില്ല. അതുകൊണ്ടാണല്ലോ 4 ഇപ്പൊ ആയത്. ഇപ്പൊ കണക്കിന് 4 ഓൾറെഡി വന്നു കഴിഞ്ഞിരിക്കില്ല. പക്ഷെ ഇതെല്ലാം വിട്ടുപോയി എന്നുള്ളതാണ് ബാലേട്ട ഈ മണികണ്ഠന്റെ ഒരു പ്രശ്നം. ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഒരു ഉസ്താദാണ് മൂപ്പർ സഹായിക്കുക. ചില ലക്ഷണമൊത്ത കേസുകളൊക്കെ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ അദ്ദേഹം അഭിപ്രായം. ഷാബു ചേട്ടൻ ഒരു ചോദ്യം ചോദിച്ചു, അതിന്റെ ഉത്തരം ഞാൻ പറഞ്ഞില്ലായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി നാടകങ്ങൾ ചെയ്യുമെന്ന്. അപ്പൊ എനിക്ക് സിനിമകൾ എന്നോട് സംസാരിക്കുന്നുണ്ട്, ഒരു സിനിമ കമ്മിറ്റ് ആയിട്ടുണ്ട്. ആ സിനിമയുടെ വർക്ക് തുടങ്ങുന്നതിന് മുമ്പ് ഇപ്പൊ അടുത്ത് തന്നെ തുടങ്ങാൻ പോകുന്ന ഒരു നാടകമാണ്. തൃശ്ശൂർ ഗോപാൽജി എന്ന് പറയുന്ന സംവിധായകൻ്റെ കൂടെ ഒരു സോളോ ചെയ്യാനായിട്ട് പോകുന്നത്. നാടകത്തിൽ എപ്പോഴും ഉണ്ട്. കാരണം ഞാൻ മാർക്കറ്റിൽ പറഞ്ഞാൽ മാർക്കറ്റിൽ എനിക്ക് എപ്പോഴും ആ തട്ടുണ്ട്, ഒരു കത്തിയുണ്ട് എന്ന് പറയുന്ന പോലെ നാടകത്തിൽ എപ്പോഴും എനിക്കൊരു ക്യാരക്ടറുണ്ട്. തെരുവിൽ ചെന്ന് കഴിഞ്ഞാൽ എനിക്കെന്ന് പറയുന്ന ഒരു സ്ഥാനമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവും. പിന്നെ സിനിമ എനിക്ക് വേണ്ടി മാത്രമല്ല, എൻ്റെ നാട്ടുകാർക്കും എൻ്റെ വീട്ടുകാർക്കും സാമ്പത്തികവും പ്രശ്നം തന്നെയാണല്ലോ. അപ്പൊ ഒരു സുഖം അനുഭവിക്കാത്ത ഒരു സ്ത്രീയാണ് എൻ്റെ അമ്മ. മണികണ്ഠ കൈ നിറയെ പൈസ കിട്ടിയോ? ഇതിന് ആവശ്യത്തിനായ പൈസ കിട്ടിയിട്ടുണ്ട്. എന്നാലും കണക്ക് പറയില്ല കേട്ടാ. കണക്ക് പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് കൊടുക്കേണ്ടത്. സംതൃപ്തനാണ്, എക്സ്ട്രീമാണ്. അത് താങ്കളുടെ മുഖത്തു നിന്ന് വായിച്ചാൽ അവര് നന്നായിട്ട് താങ്കളെ പരിരക്ഷിച്ചു, താങ്കളുടെ കലയെ കടഞ്ഞെടുത്തു, അതോടൊപ്പം താങ്കൾക്ക് തന്നു പ്രതിഫലം. ഒരു സ്ഥലത്ത് എനിക്ക് ടെൻഷൻ അടിക്കാനുള്ള ഒരു അവസരം തന്നില്ല. ഒരു രീതിയിലും ചീത്ത കേൾക്കേണ്ട വന്നിട്ടില്ല. രാജീവിന്റെ ഒരു സെറ്റപ്പിന്റെ ഒരു പ്രത്യേകത ഞാൻ കാണുന്നതും ഒരു സാധാരണ ഒരു എഗ്രിമെന്റുകൾ അത് അങ്ങനെയല്ല. അത് സിനിമ ഉണ്ടായാലും ഇല്ലെങ്കിലും നീണ്ടു നിൽക്കുന്ന ഒരു വലിയ സൗഹൃദവും സ്നേഹവും. ഇപ്പൊ രാജീവ് ഒരു പടം തുടങ്ങുന്നു എന്ന് കേട്ട് കഴിഞ്ഞാൽ കെട്ടും പണ്ടോ മുറുകി ഒരുപാട് ആൾക്കാരഞ്ഞു വന്ന് അവിടെ അങ്ങ് പൂന്ത് വിളയാടി അങ്ങ് നടക്കുവാ. നമ്മുടെ ഗാന്ധി സിനിമ പോലെയാ. അതിനേക്കാൾ ഭയങ്കരമാ ഇത്. ആൾക്കാർ അത് തന്നെ അടരിഞ്ഞു പോരുവാ. വന്ന് അവര് പലരും എടുക്കും. രാജീവ് ചിലപ്പോൾ ഇറങ്ങി പോടാന്നൊക്കെ പറഞ്ഞ് അവരെ പറഞ്ഞു വിടും. എന്നാലും വന്ന് നിൽക്കും. അത് വലിയൊരു വേറൊരു എനിക്ക് തോന്നുന്നില്ല മണികണ്ഠനൊക്കെ വെറുതെ അഭിനേതാവായി മാത്രമായി അല്ല അവിടെ നിന്നിട്ടുള്ളത്. വേറെ ഒരുപാട് കാര്യങ്ങൾ സംഘടിപ്പിക്കാനും എടുക്കാനും, ഒരുത്തനെ വിളിച്ചോണ്ട് വരാം, മറ്റേത് ചെയ്യാം, ഇതിനൊക്കെ വേണ്ടി ഇങ്ങനെ നിൽക്കാൻ കഴിയുന്ന ഏറ്റവും കൂടുതൽ ആ ക്യാരക്ടർ നന്നായിട്ട് മനസ്സിലാക്കി. ഈ കഥയും ക്യാരക്ടറുമായിട്ട് ഒരു ബന്ധം ഉണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു സിനിമയുടെ ഒരു ജീവവായുവായി അല്ലേ, അതിന്റെ ഭാഗമായി, അല്ല ഒരു കഥാപാത്രം മാത്രമായിട്ട് മാറുന്നില്ല. അങ്ങനെയല്ല. ബാലേട്ട, നിങ്ങള് തിരക്കഥയിലേക്കുള്ളൊരു പോക്ക് വളരെ കാലം മുമ്പ് തന്നെ താങ്കൾ തിരക്കഥയില്ല അങ്കിൾ ബൺ അല്ലെ, അതിലെ അങ്കിൾ ബണ്ണാണ് പുറത്തു വന്നു. അപ്പം അങ്ങനെ ഒരു സംഭവം താങ്കളുടെ മനസ്സിൽ കടന്നിരുന്നോ ഈ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴും സ്കൂളോ ഡ്രാമയിലൊക്കെ ഉള്ള? സത്യം പറഞ്ഞാൽ എനിക്ക് അങ്ങനെ സിനിമയോട് വലിയൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല. എന്നാ ഈ രുചി അറിഞ്ഞു തുടങ്ങിയത്? അത് എന്ന് വെച്ചാൽ അന്ന് ഈ ബുദ്ധിജീവിത്വം നമുക്ക് അറിയാതെ നമ്മളെ കയറി പിടികൂടുന്ന സമയമാണ്. ഞാനൊക്കെ ആദ്യം വെച്ച് ഈ ഫിലിം സൊസൈറ്റികൾ അവതരിപ്പിക്കുന്ന സിനിമകളാണ് മര്യാദയ്ക്ക് പോയിരുന്ന് കാണുകയും അതിനെക്കുറിച്ച് പലതൊന്നും പിടികിട്ടത്തില്ല. എന്നാലും തിരിച്ചു വന്നിരുന്ന ആൾക്കാരോട് പോയി. അപ്പൊ അതുകൊണ്ട് ആ പിടികിട്ടാത്ത അബ്സ്ട്രാക്റ്റ് ആയ കാര്യങ്ങളെ കുറിച്ചൊക്കെ വെച്ച് കത്തിക്കുക, ഇതൊക്കെയാണ്. കമേഴ്സ്യൽ സിനിമ കാണാൻ പോകുന്നത് ഒരു ഓളപ്പരപ്പിന് സെക്കൻഡ് ഷോ ഒക്കെ ചുമ്മാ പോയി കാണുകയും ചിലപ്പോൾ പകുതിക്ക് വെച്ച് ഇറങ്ങിപ്പോരുകയും, അത് ചുമ്മാ എനിക്ക് ഇന്ന് തോന്നുന്നു അതൊക്കെ ഒരു കള്ളത്തരമായിരുന്നു. എന്നാലും അതൊക്കെ നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ട്.
മൊത്തത്തിൽ എനിക്ക് ആ സമയത്തൊക്കെ നാടകമാണ് നമ്മുടെ ഒരു എക്സ്പെരിമെന്റൽ തിയേറ്റർ, അതാണ് നമ്മുടെ ഒരു ഏരിയ. അത് വിട്ടു പോകുന്നതൊക്കെ അതിനോട് കാണിക്കുന്ന കൂറില്ലായ്മയാണെന്നൊക്കെ ഉള്ളൊരു തോന്നലൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് പൊതുവെ ഇതിനോട് അത്ര താല്പര്യമില്ല. പക്ഷെ സ്കൂൾ ഓഫ് ഡ്രാമയിലെ പഠിത്തം കഴിയുകയും 1.5 വർഷം ഞാൻ അവിടെ അധ്യാപക ജോലിക്ക്, ഞാൻ അന്ന് പറഞ്ഞല്ലോ പഠിപ്പിക്കുകയൊക്കെ ചെയ്തപ്പം എനിക്ക് അവിടെ ജോലി കിട്ടത്തില്ല എന്നൊക്കെ എഴുതി തള്ളി നമ്മളെ തന്നെ. അപ്പോഴത്തേക്ക് ഞാൻ കല്യാണം കഴിച്ചു. ഇതൊക്കെ വന്നപ്പോഴത്തേക്ക് ഇനി ഒരിടത്തുനിന്നും നമുക്കൊരു സ്ഥലമില്ല. പിന്നെ ഏജ് ഓവറായി. എൻ്റെ കൂടെ ഉണ്ടായിരുന്നവരൊക്കെ ദൂരദർശനിലും ഒക്കെ കയറിപ്പോയി. എനിക്കാണെങ്കിൽ വേറെ എങ്ങും അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. ആകെ കൂടെ എനിക്ക് തോന്നിയത് എനിക്ക് ജീവിക്കാൻ പറ്റണമെങ്കിൽ തിരക്കഥ എഴുതാം. കാര്യം നാടകകൃത്തായിട്ടൊക്കെ ഞാൻ അവിടെ ഇവിടെയൊക്കെ കുറച്ചൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വിചാരം സ്കൂൾ ഓഫ് ഡ്രാമയിലൊക്കെ ഇത് പഠിച്ചല്ലേ, നാടകവും സിനിമയും തമ്മിൽ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു മാധ്യമമായിട്ടാണ് എൻ്റെ അതുവരെയുള്ള സങ്കല്പം. കാര്യം സിനിമയിലുള്ള എല്ലാ എലിമെന്റും നാടകത്തിലുണ്ട്, നാടകത്തിലുള്ള എല്ലാ എലിമെന്റും സിനിമയിലുണ്ട്. എങ്കിൽ പിന്നെ നാടകം എഴുതാൻ പറ്റിയെങ്കിൽ തിരക്കഥ എഴുതാൻ എളുപ്പമാണല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ ഈ ഒരു ജോലിയില്ലാത്ത ഒരു അതിജീവനത്തിന് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് ഞാനൊരു തിരക്കഥ എഴുതാൻ ഇറങ്ങി പുറപ്പെട്ടത്. അതിൽ ആദ്യത്തെ എൻ്റെ സംരംഭം തന്നെ ഇപ്പോഴത്തെ ഈ കമ്മട്ടിപ്പാടുമായിട്ടൊരു കണക്ഷൻ ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഞാനൊരു സീരിയലിന് വേണ്ടിയിട്ട് ഒരു അന്ന് ഈ നുക്കടെന്ന് പറഞ്ഞ ഹിന്ദി ഇതിറങ്ങി. അപ്പൊ അതുമായിട്ടൊരു സമാനത വരാവുന്ന രീതിയിൽ ഒരു പോസ്റ്റ്മാന്റെ ലൈഫ് വെച്ച് ഞാൻ ഒരു 19 എപ്പിസോഡ് സരസമായിട്ടുള്ളത് എഴുതിയിരുന്നു. ഇത് നമ്മുടെ രഘുത്തം എന്ന് പറഞ്ഞ പങ്കജ് ഹോട്ടലിന്റെ ചുമതലയൊക്കെ ഉള്ള സ്കൂൾ ഓഫ് ഡ്രാമയിൽ പഠിച്ച രഘുത്തം, അഭിനയ എന്നുള്ള നാടക സംഘത്തിന്റെ രഘുത്തമനെ വായിച്ച് കേൾപ്പിച്ചപ്പം രഘുത്തം പറഞ്ഞ് നമുക്ക് മേനക സുരേഷ് ബന്ധുവാണ്, ബാലേട്ടൻ നമുക്കിതൊന്ന് വായിച്ച് കേൾപ്പിക്കാം, GS വിജയന് വേണ്ടി നമുക്ക് ഇത് ചെയ്യാമെന്നും പറഞ്ഞ് അവരെ ഇരുത്തി ഇത് വായിച്ചു വെച്ചു. അവർ തലകുത്തനെ കിടന്ന് ചിരിച്ചിട്ട് അവർ പറഞ്ഞു ഇത് വേണ്ട, നമുക്ക് വേറൊരു കാര്യം ചെയ്യാം. ജഗദീഷിന്റെ കയ്യിൽ ഒരു കഥയുണ്ട്, ആ കഥ ഇതേപോലെ ഒരു തമാശയായിട്ട് ബാലേട്ടനൊന്ന് എഴുതി തന്നാൽ നമുക്കത് മമ്മൂട്ടിയെ വെച്ചിട്ട് ചെയ്യാം എന്നും പറഞ്ഞ് ആ കഥ ജഗദീഷ് വന്ന് എന്നോട് പറഞ്ഞു. ഞാൻ ഈ ഒരു സരസഭാഗം അന്ന് എനിക്കിത് ചെയ്തേ പറ്റൂ, അതുകൊണ്ട് ഞാൻ അതൊരു ഫുൾ സ്ക്രിപ്റ്റാക്കി ഞാനും GS വിജയനും മേനക സുരേഷും ഒക്കെ കൂടെ എറണാകുളത്ത് മമ്മൂട്ടി കാണാൻ വേണ്ടി വന്നു. അന്ന് അദ്ദേഹത്തിന് നമ്മളെ അറിയത്തില്ല, എനിക്ക് ഭയങ്കര, ഞാൻ ആദ്യമായിട്ടാണ് ഒരു സെലിബ്രിറ്റിയുടെ അടുക്കൽ ഒരു കഥ പറയാൻ ചെല്ലുന്നത്. അപ്പൊ അതിൻ്റെതായ എല്ലാ പരിഭ്രമവും, മാത്രമല്ല എനിക്ക് ഇത് നടന്നാലേ നമ്മുടെ മുമ്പോട്ടുള്ള ജീവിതം ഉള്ളൂ. അപ്പൊ അത് കാരണം അദ്ദേഹം ഇത് ഒരു കാരണവശാലും തഴയരുതേ എന്നൊക്കെ ഉള്ള ഇതോടുകൂടി ആ ചെല്ലുന്നത്. പക്ഷെ അന്ന് എന്തോ കാരണത്താൽ പുള്ളി അസ്വസ്ഥനൊക്കെ ആയിരുന്നു, എവരുമായിട്ടൊക്കെ ഉള്ള വേറെ ചില കാരണങ്ങളാൽ അപ്പൊ അത് കേൾക്കാൻ തയ്യാറല്ല. വീണ്ടും രണ്ടാമതൊരു സന്ദർഭത്തിൽ പോയി കുറെ കേട്ട് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഈ പ്രോജക്റ്റ് എന്തോ ഒരു കാരണത്താൽ അത് മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല. അങ്ങനെ ആയപ്പോൾ ഞാൻ നിരാശനായി. കാര്യം ഈ എഴുതിയതൊക്കെ വെറുതെ പോയി. ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ ആദ്യമായി തിരക്കഥ എഴുതാൻ പേന എടുത്തത് ശ്രീ മമ്മൂട്ടിക്ക് വേണ്ടിയിട്ടാണ്. ഇന്നേ വരെ എനിക്ക് എഴുതാൻ പറ്റാതെ പോയതും മമ്മൂട്ടിക്ക് വേണ്ടിയിട്ടാണ്. എന്നാൽ കാലം കറങ്ങി വന്ന അവസരത്തിൽ ദുൽഖർ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മകൻ മുഖ്യ കഥാപാത്രമായിട്ട് വരുന്നവർ ഇതിൻ്റെ തിരക്കഥാരചനയിൽ വന്നെത്തിപ്പെടുകയും ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ചിലതൊക്കെ നമുക്ക് നടക്കാതെ പോകുമ്പോൾ ഉണ്ടാകാവുന്ന ഒരു നിരാശ നമ്മളിങ്ങനെ കൊണ്ട് നടന്നിട്ട് ഒരു ഘട്ടം വരുമ്പോൾ അത് കറങ്ങിത്തിരിഞ്ഞ് വേറൊന്നുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഇതെന്ത് പരിപാടിയാടാവുക എന്ന് നമ്മൾ അതിശയിച്ചു. വെറുതെ അല്ല നിങ്ങളെ കുറിച്ചൊരു ആക്ഷേപം, നിങ്ങൾ ന്യൂ ജനറേഷന്റെ ആളാണ്. മണികണ്ട ഗിയർക്ക് മമ്മൂട്ടി എന്നുള്ള പിതാവല്ല, മകനുമായിട്ടാണ് ഭൂപ്രട സിംഗ്. അങ്ങനെയാണ് ഒരു അതിശയം. ഞാൻ അന്തം വിട്ടു പോയി, ഇതെങ്ങനെ വന്ന്. ആദ്യമായിട്ട് ദുൽഖറിന്റെ അടുക്കൽ പോയി കഥ പറയാൻ രാജീവ് എന്നോട് പറഞ്ഞു, ഒരു അന്നയും റസൂലും ഒക്കെ ചെയ്യുന്നതിന് മുമ്പാണ്. അന്ന് ഞാൻ പോയി പറഞ്ഞപ്പം അദ്ദേഹം പറഞ്ഞു ഇത് ഉടനെ ഞാൻ ചെയ്യുന്നില്ല. കാര്യം എൻ്റെ സെക്കൻഡ് ഷോ എന്ന് പറഞ്ഞ പടം വന്നപ്പോൾ അതും ഇതുമായിട്ടൊക്കെ ഉടനെ ഞാനത് ചെയ്യുന്നത് ശരിയല്ല, നമുക്ക് പിന്നീടാകാം എന്ന് പറഞ്ഞു വിട്ടു. പിന്നെ നമ്മളും അത് മറന്നുപോയിരുന്നു. പിന്നീടാണ് അത് കറങ്ങി തിരിഞ്ഞ് 2-3 വർഷം കഴിഞ്ഞ് വീണ്ടും അത് ചെയ്യാം. എല്ലാം കൊണ്ട് 5-6 വർഷം എടുത്തല്ലേ? എടുത്തു. പക്ഷെ ഇത് സിനിമ ആകുമെന്നുള്ള ഒരു ഉറപ്പും താങ്കൾക്കുണ്ടായിരുന്നില്ല? ഒന്നുമില്ല. ഇതിപ്പോ ഞാൻ പറഞ്ഞില്ലേ, രാജീവിന് ഈ സിനിമ വിട്ടുള്ള ഒരു സൗഹൃദം ഇങ്ങനെ പോകുന്നോണ്ട് ഇടയ്ക്ക് ഞങ്ങൾ വയനാട്ടിലും അവിടെ ഇവിടെയൊക്കെ പോയി. ഇപ്പൊ അനുരാഗ് കശ്യപിന്റെ ഒരു പടത്തിന്റെ ഷൂട്ട് കഴിഞ്ഞ് വരുമ്പം എന്നാ നമുക്കൊന്ന് വയനാട്ടിൽ പോയിരിക്കാം, അവിടെ കുറെ കൃഷിയൊക്കെ ഉണ്ട് അവർക്ക്. അപ്പൊ അവിടെ പോയിരിക്കുന്ന കൂട്ടത്തിൽ ഈ കൊച്ചി നടന്ന കാര്യങ്ങളും അത് ഇതൊക്കെ പറഞ്ഞ് രൂപപ്പെട്ടു വന്നതാണ്. അത് കുറെ വർഷം, അത് സിനിമയാക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല, ചുമ്മാ ഈ കഥകളും സംഭവങ്ങളും ഒക്കെ പറഞ്ഞ് അതിൽ നിന്ന് വരുന്നതാണ്. ഞാനിതിൽ ഈ ദുൽഖറിന്റെ ഒരു പ്രത്യേകത ഞാൻ കണ്ടത്, അദ്ദേഹം എന്തുകൊണ്ടാണ് അത് വേണ്ടാന്ന് വെച്ചു എന്ന് വെച്ചാൽ,
എനിക്ക് പിന്നീട് മനസ്സിലായി. കാര്യം എല്ലാം കയറി ഒരു സേഫ് സോണിൽ ഇരുന്നുകൊണ്ട് കളിക്കാൻ നിൽക്കാതെ അതിനെ കുറച്ച് അങ്ങനെ വിട്ട് തന്നെ എങ്ങനെ വളർത്തിയെടുക്കാമെന്നുള്ളതിന്റെ ഒരുപക്ഷെ അന്ന് ദുൽഖർ ആ സിനിമ ചെയ്തിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു, ചിലപ്പോൾ ആ സിനിമ ക്ലിക്ക് ചെയ്യില്ല. എനിക്കും തോന്നുന്നു. കാര്യം അദ്ദേഹം പിന്നെ ഞാൻ എന്നുള്ള പടം ചെയ്യാൻ പോകുന്നു, പിന്നെ ചാർലി ചെയ്യാൻ പോകുന്നു, ഇങ്ങനെ ഓരോന്നും എടുക്കുന്ന ആ സിനിമകളുടെ ഒരു പശ്ചാത്തലമാണ് ഈ സിനിമയ്ക്ക് ഒരു മെഴുവ് എടുക്കുന്നത്. മാത്രമല്ല ഇതിലെ കഥാപാത്രം ഞാൻ പറയാം, ഇപ്പൊ മണികണ്ഠന്റെ ആയാലും നമ്മുടെ വിനായകന്റെ ഒക്കെ ആയാലും ആക്ടിവിറ്റീസും ആക്ഷൻസും വളരെ കൂടുതലുള്ള ഇയാളൊരു സാക്ഷിയാണ് ഈ കഥാപാത്രം. അത് ആക്ട് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ആ കഥയിലൂടെ കഥ പറഞ്ഞു പോവാണ് അയാൾ, കഥ പറയുകയും എല്ലാത്തിനും. പക്ഷെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, മണികണ്ഠനൊക്കെ എങ്ങനെയാണ് അതിനകത്ത് തിളങ്ങി നിൽക്കുന്നത് സത്യസന്ധമായി? അപ്പം അതിലിപ്പോ ദുൽഖറിന് ഒരു ആക്ഷേപം ഉണ്ടാകാൻ സാധ്യത. യഥാർത്ഥത്തിൽ ഒരു സ്റ്റാർ പരിവേഷമുള്ള ഒരാളിലിപ്പം അത് സ്വീകരിക്കണമെന്നില്ല. അതാണ് ഇപ്പൊ ദുൽഖറിന്റെ സ്ഥാനത്ത് വേറൊരു നടനായിരുന്നുവെങ്കിൽ എന്തിനാണ് വേറെ രണ്ട് നടന്മാർക്ക് ഭയങ്കരമായ ഒരു വലിയൊരു ഔന്നിധ്യം പ്രദാനം ചെയ്യുന്ന ആ സിനിമ ഞാനെന്തിനാണ് തലവെച്ചു കൊടുക്കുന്നത്? ഇത് വെറുതെ എൻ്റെ ഒരു സ്റ്റാർ പരിവേഷത്തെ കൊമേഴ്സ്യലൈസ് ചെയ്യാൻ വേണ്ടിയുള്ള തന്ത്രം മാത്രമാണോ? ഇത് തിയേറ്ററിൽ ഓടിക്കാൻ വേണ്ടി എന്നെ വേണം, എന്നാൽ സിനിമയെ ഓടിക്കാൻ വേണ്ടി ഇവർ രണ്ടുപേരും എന്ന് വേണമെങ്കിൽ ദുൽഖറും ചിന്തിച്ചുകൂടായിരുന്നു? ദുൽഖറിന്റെ സ്ഥാനത്ത് ഞാനോ അദ്ദേഹമോ ആണെങ്കിൽ ചിന്തിച്ചേരി, അത് ശരി, സിനിമയല്ലേ ഇവന്മാരുടെ, ഇത് ഓടാൻ വേണ്ടിയിട്ട് എന്നെ അവിടെ പിടിച്ചിട്ടിരിക്കുകയാണ്, പേര് വരുമ്പോൾ ദുൽഖർ സൽമാന്റെ സിനിമ എന്ന് വേണം ദുൽഖറിന് വേണം ചിന്തിച്ചുകൂടായിരുന്നു. എന്ത് പറയുന്നു മണികണ്ഠൻ? കഥ അദ്ദേഹം കേട്ടിട്ടാണല്ലോ ചെയ്യുന്നത്, കഥ കേട്ട് മനസ്സിലാക്കി അത് നിലപാടെടുക്കുന്നത് ഈ സമൂഹത്തിനോട് പ്രതിബദ്ധതയുള്ള ഒരു നടനാണെന്ന് പുള്ളി തെളിയിച്ചു, അദ്ദേഹം തെളിയിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ അത് എടുക്കേണ്ട കാര്യമില്ല. അല്ല, എനിക്ക് എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം ദുൽഖറിന്റെ ഒരു മഹാമനസ്കതയാണ്. മഹാമനസ്കതയും അതേപോലെ ഞാൻ ആ ലൊക്കേഷനിൽ അദ്ദേഹത്തെ കണ്ടത് എനിക്ക് ആക്ടിങ്ങിന്റെ കാര്യത്തിൽ എനിക്ക് ഇച്ചിരി താല്പര്യം കൂടുതലാണ്, ഞാൻ വളരെ കൂടുതൽ ശ്രദ്ധിക്കും. അപ്പൊ അതില് ദുൽഖറിന് കൊടുത്ത ആ ഓർബിറ്റില്ലേ, അത് ഒരുവിധപ്പെട്ടാക്ക് ചെയ്യാൻ പറ്റുന്നതല്ല. കാര്യം എന്ന് വെച്ചാൽ പുറത്തേക്കൊന്നും കൂടുതൽ ചെയ്യാനില്ല, എല്ലാം ഇന്റേണലൈസ്. അതിന് പക്വത വേണം. നമ്മൾ പറയുന്നത് വെച്ചാൽ നല്ല മെച്ചൂരിറ്റി. ഇപ്പൊ അമ്മന്നൂർ മാധവച്ചാക്കിയാര് എന്നൊക്കെ പറയുന്നത് അവരൊക്കെ ജീവിതത്തിന്റെ ഒരു 60 വയസ്സൊക്കെ എത്തുമ്പോഴാണ് ഈ കീചകനെയൊക്കെ അങ്ങോട്ട് ചെയ്യാൻ പ്രാപ്തനാവുന്നത് എന്ന് പറയുന്നതിൽ ഇത്തരം ചില കഥാപാത്രങ്ങളെ ചെയ്യാനുള്ള ഒരു മെച്ചൂരിറ്റി ഉണ്ടല്ലോ, അത് നമ്മൾ ദുൽഖറിൽ കാണുകയാണ്. ആ ഒരു മെച്ചൂരിറ്റി, കാര്യം അത് ഇന്റേണൽ പ്രോസസ്സാണ്. യഥാർത്ഥത്തിൽ ഇവരുടെ പേക്കുത്തുകളെല്ലാം മനനം ചെയ്യുകയും അത് പ്രതിഫലിപ്പിക്കുകയും ചെയ്യേണ്ട ഉത്തരവാദിത്വം ദുൽഖറിനാണ്. അത് ഇതിന് കിട്ടയ്ക്ക് ഈ രണ്ടുപേരുടെ കിട്ടയ്ക്ക് ഇപ്പുറത്ത് സൈലന്റ് ആയി നിൽക്കണം, പാസീവായി നിൽക്കണം. അത്ര ഈസി അല്ല. പാലട്ട ഈ തിരക്കഥയിലേക്ക് വരുന്നു, കൊമേഴ്സ്യൽ പടങ്ങളുള്ള പുച്ഛം എവാപ്പറേറ്റ് ചെയ്ത് പോകുന്നു, യാഥാർത്ഥ്യത്തിലേക്ക് വരുന്നു. ഇതൊക്കെ തന്നെയാണ് ചെലവാകാൻ പോകുന്നത്, ഇതൊക്കെ തന്നെയാണ് വേണ്ടത്, മനസ്സിലാകാത്ത സാധനമല്ല എന്ന് മനസ്സിലാക്കുന്നു. പക്ഷെ തിരക്കഥകൾ വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരുപാട് തിരക്കഥകൾ താങ്കളുടെ തൂലികിൽ നിന്ന് വരുന്നു. ഉള്ളടക്കം വരുന്നു, പവിത്രം വരുന്നു, ഒരുപാട് അല്ലേ, പുനരധിവാസം വരുന്നു, ശ്രദ്ധേയമായിട്ട് ഒരുപാട് സിനിമകൾ. പക്ഷെ അവിടെയൊന്നും താങ്കൾ അത്ര ശ്രദ്ധിക്കപ്പെട്ടില്ല. ഇല്ല, അതാണ് ഏറ്റവും വലിയ ഈ സിനിമയിലെ ഏറ്റവും വലിയ വിരോധാഭാസം. അതാണ് ഒരുപക്ഷെ ആ സിനിമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അടിത്തറ എന്ന് പറയുന്നത് തിരക്കഥയാണെങ്കിലും താങ്കൾ ശ്രദ്ധിക്കപ്പെട്ടില്ല അവിടെ. അത് എനിക്ക് തോന്നുന്നത് ആ സമയത്തൊക്കെ ചിലപ്പോൾ നമുക്ക് വിഷമം വരും. പിന്നെ നമ്മൾക്ക് പ്രായം ഏറി വരുന്നു, ജീവിതത്തെക്കുറിച്ചുള്ള നമ്മുടെ അഭിവീക്ഷണങ്ങളൊക്കെ മാറി വരുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതിലൊന്നും എൻ്റെ ഒരു ഡൂവർഷിപ്പ് കൊണ്ടല്ലല്ലോ ഇതിൽ പല കാര്യങ്ങളും. ഇപ്പൊ സ്കൂൾ ഓഫ് ഡ്രാമയിൽ അധ്യാപകനാകേണ്ട ഞാൻ എന്തുകൊണ്ട് സ്കൂൾ ഓഫ് ലെറ്റേഴ്സിൽ വന്നു? അതിനു മുമ്പ് സ്കൂൾ ഓഫ് ലെറ്റേഴ്സ് തുടങ്ങിയിട്ട് പോലുമില്ല. അപ്പൊ ഇതിനൊക്കെ ചില യോഗം നമ്മൾ പറഞ്ഞ അതെനിക്ക് അമ്പലത്തിൽ പോയി പൂജിച്ചും പള്ളിയിൽ പോയി മെഴുകുതിരി കത്തിച്ചും ഒന്നും ഉണ്ടാക്കാൻ പറ്റുന്നതല്ല. ഒരു യോഗമുണ്ട്. യോഗം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, പല ഘടകങ്ങൾ ചേരുമ്പോൾ ഉണ്ടാകാവുന്ന ഒരു അവസ്ഥയാണ്. ആ യോഗമാണ് ഇതൊക്കെ തീരുമാനിക്കുന്നത്. അത് ഇപ്പൊ ആക്ടറായി വന്നതിന് ശേഷമാണ് സത്യത്തിൽ ചിലപ്പോ എന്നെ ചിലരൊന്ന് താങ്കളുടെ വളരെ അടുത്ത ആൾക്കാർ പോലും താങ്കളെ നോട്ട് ചെയ്തത് താങ്കൾ ആക്ടറായി. എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ ജീവിതമായിട്ട് സമാനതയുള്ളത് നമ്മുടെ നരേന്ദ്രപ്രസാദിന്റെ ഒരുപാട് നിങ്ങൾ അധ്യാപനമാണെങ്കിലും നാടകമാണെങ്കിലും ഇതെല്ലാം ഇവര് തമ്മിൽ നിങ്ങൾക്ക് തമ്മിലൊരു സാമ്യം ഇല്ലേ? ഉണ്ട്, തീർച്ചയായിട്ടും. അത് മഹാനായ ഒരു നടനായിരുന്നു, നല്ലൊരു എഴുത്തുകാരനായിരുന്നു, എല്ലാം അവരുടെ അധ്യാപനം. വേണ്ട കിട്ടിയ എന്താണ് നമ്മുടെ ഉൾക്കാമ്പെല്ലാം കൂടെ അങ്ങ് പുറത്തു വന്നു, ഉള്ളിലിരിപ്പെല്ലാം കൊണ്ട് പുറത്തേക്ക് വന്നു, ഒരു കഥാപാത്രം വേണ്ടി വന്നു.
അദ്ദേഹത്തെ അനാവരണം ചെയ്യാൻ വേണ്ടി. മണികണ്ഠൻ വിചാരിക്കുക ആള് മോശക്കാരനല്ല. ഈ കഥാപാത്രമാണ് ഒരു പക്ഷേ താങ്കളുടെ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ടൊരു കഥാപാത്രമായി മാറും. അതിനുശേഷം ഒരുപാട് കഥാപാത്രങ്ങൾ വന്നു. ഈ തിരക്കഥകളൊക്കെ എഴുതി ഒരുപാട് നല്ല സിനിമകൾക്ക് അടിത്തറ പാകിയെങ്കിൽ പോലും താങ്കൾ സ്ക്രീനിൽ വന്നു കൂടിയിട്ട് വേറൊരു ഡയമെൻഷൻ കോര ഒരു വഴിത്തിരി വരും. ശരിയാ. ഞാൻ അത്ഭുതപ്പെട്ടു പോയത് അതിനു മുമ്പ് എഴുതിയിട്ടുള്ള ഒരു തിരക്കഥകൾ ഞാനിപ്പോ പറഞ്ഞല്ലോ, ഈ കമ്മട്ടിപ്പാടത്തിന്റെ ഇതിൽ പോലും ആക്ടറായ എന്നെ ഞാൻ കണ്ടിട്ടേ ഇല്ല, കാണുന്നില്ല. ഏതോ ഒരു ഘട്ടത്തിലാണ് ആ എലിമെന്റ് പുറത്തേക്ക് വരുന്നത്. എനിക്ക് വേണമെങ്കിൽ പവിത്രത്തിൽ എന്തുകൊണ്ട് എനിക്കൊരു നല്ല കഥാപാത്രത്തെ എഴുതാൻ തോന്നിയില്ല, എന്തുകൊണ്ട് ഉള്ളടക്കത്തിൽ എഴുതാൻ തോന്നിയില്ല, എന്തുകൊണ്ട് അങ്കിൾ ബണ്ണിൽ എഴുതിയില്ല, എന്തുകൊണ്ട് ഒന്നിൽ പുനരധിവാസത്തിൽ എഴുതിയത് എനിക്ക് വേണ്ടിയല്ല, ഒടുവിൽ ഉണ്ണികൃഷ്ണന് വേണ്ടിയിട്ട് എഴുതി വെച്ചിട്ട് അദ്ദേഹത്തെ കിട്ടാതായപ്പം VK പ്രകാശ് എന്നോട് എന്നാ ഇനി ബാലേട്ടൻ അതങ്ങ് ചെയ്യെന്നും പറഞ്ഞ് ചെയ്യിക്കുകയായിരുന്നു. എന്നാൽ രാജീവ് കുമാർ എന്നെ പലപ്പോഴും ഇത് വെച്ചിട്ട് ട്രൈ ചെയ്തിട്ടുണ്ട്. അത് ശേഷം എന്നുള്ള പടത്തിലായ ഒരു ഷൈയായിരുന്നു, കുറച്ചൊരു ഒരു ചമ്മല്. അത് ഈ ചില ബുദ്ധിജീവികൾക്കുള്ളൊരു ചമ്മലാണോ അത്? അല്ല, നമ്മൾ അതിന് ഒന്നാമത്തെ കാര്യം എനിക്ക് എന്നെ കുറിച്ചുള്ള ഈ പറഞ്ഞ പോലെ ഒരു ഇതാണ്. കാര്യം നമുക്ക് ആ ഒരു നടൻ എന്നുള്ള സങ്കല്പം പണ്ട് തൊട്ടേ നമ്മുടെ മനസ്സിൽ നല്ല ഒരു 6 അടി പൊക്കം. അധ്യാപകന്റെ ഹാങ് ഓവറോടെ വന്നോ? അതും ഉണ്ടാവും, ഇതെല്ലാം ഉണ്ട്. പല കാര്യങ്ങളും കൂടെ ചേർന്ന് നമ്മളെ പിള്ളേരൊക്കെ ഈ സിനിമ കാണുമ്പോഴോ ഇയാൾ ഈ ഗോഷ്ടി കാണിക്കാൻ പോകുന്നു എന്നുള്ള അങ്ങനെയൊക്കെയുള്ള പല ഘട്ടങ്ങളും. എവിടെ വെച്ചിട്ട് അറപ്പ് മാറിയത്? അത് മാറിയത് ഇപ്പൊ 2012 സ്കൂൾ ഓഫ് ലിറ്ററേച്ചറിൽ നിന്ന് വിട്ട് കഴിഞ്ഞപ്പോ തൊട്ട് റിട്ടയർമെന്റ് ആയി. അപ്പോഴത്തേക്ക് പിന്നെ നമുക്ക് വീട്ടിലിരിക്കാൻ അവസരമില്ലല്ലോ, ഇനി പോരുമല്ലേ. അവിടെ പിന്നെ അങ്ങ് പോകുന്നത് ഒന്ന് രണ്ടും നോക്കേണ്ട കാര്യമില്ല. ഈ കിട്ടുന്ന കഥാപാത്രത്തിന്റെ അങ്ങ് ഖനനം ചെയ്ത് അങ്ങ് പോവുക എന്നുള്ളതാണ് മാക്സിമം. ആ അറപ്പൊക്കെ മാറി. അതുകൊണ്ടാണല്ലോ ഈ കോരയായിട്ട് കോരയായിട്ട് അങ്ങനെ ചെയ്തു. പിന്നെ ചെയ്യുമ്പോ നമുക്കറിയത്തില്ല, ചെയ്ത് കഴിഞ്ഞ് വരുമ്പോഴാണ് നമ്മൾ ഇതൊക്കെ നമ്മളിൽ നിന്ന് ഇങ്ങനെ സംഭവിച്ചോ എന്ന് നമുക്ക് തോന്നുന്നത്. കമ്മട്ടിപ്പാടത്ത് ദുൽഖറിന്റെ പിതാവായിട്ടാണ് അദ്ദേഹം വന്നത്. എനിക്ക് തോന്നുന്നു ആ കമ്മട്ടിപ്പാടത്തെ പ്രദാനം ചെയ്യുന്ന എല്ലാ ആൾക്കാർക്കും ഒരു പ്രത്യേക സംഭവം ഉണ്ടായിരുന്നു അല്ലേ? അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. വരട്ടെ. ബാലേട്ടൻ കമ്മട്ടിപ്പാടത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ രാജീവ് രവി ബാലേട്ടനൊരു വലിയൊരു പണി നൽകി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ജനറേഷനായിട്ട് പല കാലഘട്ടത്തിലായിട്ടാണല്ലോ അതിൽ. ബാലേട്ടൻ്റെ താടിയൊക്കെ വെട്ടിച്ചുരുക്കി കറുത്ത നിറം കൂടി കൊടുത്തപ്പോഴത്തേക്കും സിംഹത്തിന് സട നഷ്ടപ്പെട്ട പോലുള്ളൊരു കാര്യമായി. ഞാൻ ആദ്യമായിട്ട് ബാലേട്ടനെ ആ രൂപത്തിൽ കാണുന്നത് ഇറ്റ്ഫോക്കിൽ ഇൻ്റർനാഷണൽ തിയേറ്റർ ഫെസ്റ്റിവൽ ഓഫ് കേരള തൃശ്ശൂരിൽ നടക്കുമ്പോഴാണ്. അന്ന് ബാലേട്ടൻ്റെ ശിഷ്യന്മാരും ഏറ്റവും ഉറ്റ സുഹൃത്തുക്കൾ പോലും ബാലേട്ടനെ തിരിച്ചറിയാത്തൊരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. വളരെ രസകരമായിട്ടുള്ള പല അനുഭവങ്ങളും ബാലേട്ടൻ അതിൻ്റെ അനുബന്ധിച്ചിട്ടുണ്ടായിരിക്കും. അങ്ങനെയുള്ളൊരു അനുഭവം പറയാമോ? ഈ താടി ഞാൻ B.Ed പഠിക്കുമ്പോൾ അന്നത്തെ കാലത്ത് കർമ്മലാറാണി ട്രെയിനിങ് കോളേജ് കൊല്ലത്ത്, അവിടെയാണ് പഠിക്കുന്നത്. അവിടെ നമുക്ക് ഭയങ്കര ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ട്. അത് 120 സീറ്റാണ്. അതിലേതാണ്ട് ഒരു 90ഓളം പെൺകുട്ടികളാണ്. ബാക്കി കുറെ പേര് അച്ഛന്മാരും ബ്രദേഴ്സും. ആകെ കൂടെ ഞങ്ങളൊരു 3-4 പേരേ ഉള്ളൂ ഈ ലൗകിക ഇതിൽപ്പെട്ടത്. ഇവരാരും നമ്മളെ മൈൻഡ് ചെയ്യത്തില്ല. നമ്മൾ ശാസ്താംകോട്ടയിൽ നിന്ന് വരുന്ന ഒരുത്തനെയൊന്നും അവരിങ്ങനെ ഒരുത്തം വന്നു പോകുന്നു എന്ന് പോലും അവർക്ക് അറിയത്തില്ല. പിന്നെ നമ്മൾക്ക് നോക്കിയപ്പോൾ എനിക്കിനി പുതിയതായിട്ട് കാറും അതും ഇതും ഒന്നും ഉണ്ടാക്കി അവരുടെ മുമ്പിൽ ഷൈൻ ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് ആ കൂടെ ചെയ്യാൻ പറ്റുന്ന തനി ബുദ്ധിജീവിയാകുക, ബീഡി വലിക്കുക, താടി അങ്ങ് വലിയ ചീകാതൊക്കെ വെക്കുക, മുടിയൊക്കെ എന്നിട്ട് സഞ്ചിയൊക്കെ തൂക്കി ഒരു മണികണ്ഠ സ്റ്റൈൽ അങ്ങ് പിടിച്ച് അങ്ങ് പോകലാണ് നല്ലത്. അതവിടെ എരിച്ചു. കാര്യം എന്ന് വെച്ചാൽ അന്ന് മോണോ ആക്ട്, മിമിക്രി ഇതെല്ലാം ഞങ്ങൾ പോയി ചെയ്ത് ഈ കോളേജിന് പ്രശസ്തി ഉണ്ടാക്കി കൊടുക്കുമ്പോഴൊക്കെ ഇവര് ഞങ്ങളെ അനുമോദിക്കാൻ ഒരു മീറ്റിംഗ് കൂടും. അപ്പോഴൊക്കെ ഈ അലവലാതി തരത്തിൽ കയറി ചെല്ലുകയും ഇതൊക്കെ ട്രോഫി വാങ്ങിക്കുകയും അവരുടെയൊക്കെ വർത്തമാനം കേൾക്കുകയൊക്കെ ചെയ്തപ്പോൾ നമ്മൾ ഇതാണ് ഏറ്റവും നല്ലത്. അപ്പൊ നമ്മൾ 2 പ്രാവശ്യം തടവി ഒരു ബീഡിയൊക്കെ വലിച്ചു. കൂടുതലും ശബ്ദം എൻ്റെ ഒരു നേസൽ സൗണ്ടാണ്. പക്ഷെ ഞാൻ അവരുടെയൊക്കെ സംസാരിക്കും, സാരമില്ല നമുക്ക് പിന്നെ കാണാം എന്നൊക്കെ പറഞ്ഞ ആവശ്യമില്ലാതെ ഇങ്ങനെയൊക്കെ ആക്കുക. അങ്ങനെ ഒരു വർഷം B.Ed ഒരുപാടുപ്പെട്ട എല്ലാ നമ്പറും അവിടെ നിലനിൽക്കാൻ വേണ്ടിയിട്ടാ. ആ ഒരു വർഷം കഴിഞ്ഞ് അമ്മ ഇടയ്ക്കിടയ്ക്ക് എന്നോട് ചോദിക്കുമായിരുന്നു, എന്തിനാടാ നീ ഒരു തരമില്ല കാമുകന്മാര് വളർത്തിക്കൊണ്ട് നടക്കുന്നതല്ല, നിനക്ക് വേറെ ജോലിയില്ല വൃത്തികെട്ടവനെ എന്നൊക്കെ അമ്മ വഴക്കുക. ഈ B.Ed കോഴ്സ് കഴിഞ്ഞപ്പോൾ ഞാൻ ആദ്യം ചെയ്തത് ഈ താടി അങ്ങ് എടുക്കുക. താടി എടുത്ത് വെച്ച് ഞാൻ വീട്ടിൽ വന്ന് അടുക്കളയിലോട്ട് വന്നപ്പോൾ അമ്മ അവിടെ ഈ പാതാമ്പുറത്ത് ഒരു കുഴലെടുത്ത് തീ ഊതിക്കൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ ഇങ്ങനെ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മേ എന്തോ കഴിക്കാൻ എന്തോ ഉള്ളതെന്ന് ചോദിച്ചു. പറഞ്ഞ അമ്മ ഇങ്ങനെ കണ്ണും തിരുമ്പ് ഇങ്ങനെ നോക്കിട്ട് പോടാ പോയി താടി വെച്ചോണ്ട് പോടാ മഹാവൃത്തിയേട് എന്ന് പറഞ്ഞു.
പെറ്റ തള്ളക്ക് സഹിച്ചില്ല താടി പോയ എന്നെ. അപ്പം ഞാൻ വിചാരിച്ചത് ശരിയാണ്, എന്നാ പിന്നെ നമുക്ക് ഏറ്റവും പറ്റുന്നത് ഈ താടി വെച്ചാൽ ഒരുപാട് രക്ഷയുണ്ട്. സ്കൂൾ ഓഫ് ഡ്രാമയിൽ ഒരു അനുഭവം ഉണ്ട്. സ്കൂൾ ഓഫ് ഡ്രാമയിൽ ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്നിട്ട് ഇടയ്ക്ക് ദേഷ്യം വന്ന് ഇത് എടുത്ത് കളഞ്ഞിട്ട് പോകുന്നു. പോന്നിട്ട് ഞാൻ ആദ്യം ചെയ്തത് താടിയും മുടിയൊക്കെ അങ്ങ് എടുക്കുമായിരുന്നു. ആ ഒരു ആത്മഹത്യ ചെയ്യുന്ന പോലെ നമ്മളങ്ങ് താടിയെടുക്കും, പ്രതിഷേധം. അങ്ങനെ ഇരുന്നപ്പോ ഈ പിള്ളേരെല്ലാം കൂടെ വന്ന് ആ പോർഷൻ ഒന്ന് തീർത്തു കൊടുക്കണം, ആക്ടിങ്ങിന്റെ ക്ലാസ്സാണ്, ഒന്ന് തീർത്തു കൊടുക്കണമെന്നും പറഞ്ഞ് വന്നപ്പോ ഞാൻ എന്നാ പോയി പഠിപ്പിച്ചേക്കാമെന്നും പറഞ്ഞ് അവിടെ ചെന്ന് അപ്പൊ താടിയില്ല. അവരെ മരച്ചോട്ടിലൊക്കെ വെച്ച് ഈ ബ്രക്സിയൻ തിയറികളും അതും ഇതൊക്കെ ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. ഉച്ചയായപ്പോൾ യവന്മാരെല്ലാവരും എന്നോട് വന്ന് പറഞ്ഞു, ബാലേട്ടൻ ഇനി ഒരാഴ്ച 2-3 ആഴ്ച ബാലേട്ടൻ പഠിപ്പിക്കണ്ട എന്ന്. ഞാൻ ചോദിച്ചാൽ അതെന്താ നിങ്ങൾ തന്നെ എന്നെ ഇങ്ങോട്ട് പഠിപ്പിക്കാൻ കൊണ്ടുവന്നിട്ട് വേണ്ടെന്ന് പറഞ്ഞു. അത് മുമ്പ് പഠിപ്പിക്കുമ്പോൾ ഞങ്ങൾക്ക് ഒരു ആധികാരികത തോന്നിയായിരുന്നു. ഇപ്പൊ ആ താടി ഇല്ലാതെ ഇതൊക്കെ പറയുമ്പോൾ ഞങ്ങൾക്ക് അങ്ങോട്ട് അതൊന്നും വിശ്വസിക്കാനും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, അതിനൊരു ബലമില്ലെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ കുറെ നാൾ കഴിഞ്ഞ് ചെറിയൊരു താടിയൊക്കെ വെച്ചതിന് ശേഷം അവന്മാരെ പഠിപ്പിച്ചപ്പോൾ ഇരുന്നുള്ളൂ. അപ്പൊ എനിക്ക് മനസ്സിലായി വാൽമീകി, സോക്രട്ടീസ്, ഈ വലിയ വലിയ ഇവർക്കൊക്കെ എന്തുണ്ട്, ഇവർക്കൊരു താടിയുണ്ട്, അത് പലതിനെയും കവർ ചെയ്യാൻ നല്ലതാണ്. അതാണ് പ്രകാശ് പറഞ്ഞത്. നാടകങ്ങളൊക്കെ നടക്കും, നമുക്ക് വേറെ ഭാഷാ നാടകങ്ങൾ നമ്മൾ പോയിരിക്കുന്നു. എനിക്ക് താടിയും മുടിയൊക്കെ ഉണ്ടായിരുന്നു, ചർച്ചയിലൊക്കെ പങ്കെടുക്കും. വാ തുറക്കണ്ട, എക്സ്പ്രഷൻ കൊടുത്താൽ മതി. പ്രകാശ് പറഞ്ഞ കറക്റ്റാ. അതില് എന്നെ രാജീവ് വിട്ടൊരു പണി എനിക്കത് മാറാനും പറ്റത്തില്ല. കമ്മട്ടിപ്പാടത്തിന്റെ മുടിയൊക്കെ കുറച്ചുകൂടി വരൂ അല്ലേ? മുടി കുറെ നാളായിട്ട് മുടി ഉണ്ട്. ലലിൻ സാറിന്റെ പേസും പറയികൾ എന്ന് പറഞ്ഞിട്ട് ഇൻഷുറൻസ്, അതിന്റെ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് ഇവന്ന് കൊണ്ടുപോകണം ചെന്നൈക്ക്. അപ്പൊ അതിന് വേണ്ടിയിട്ട് വളർത്തി തുടങ്ങിയതാണ്, പിന്നെ വെട്ടിയിട്ടില്ല. മുടി നമ്മുടെ ഭാഗമായിട്ട് മുടിയും താടി ഉണ്ട്. അതൊക്കെ ഒരു ട്രേഡ് മാർക്കാണ്. പ്രത്യേകിച്ച് ആ വളരെ ഇൻഡിജിനസ് ആയിട്ടുള്ള ആൾക്കാരുടെ ചുരുണ്ട മുടികൾ, അതൊക്കെ വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. നമുക്ക് ഒരു അതിഥി കൂടിയുണ്ട്. നമുക്ക് വളരെ വേണ്ടപ്പെട്ട കൈരളിയുടെ സ്റ്റുഡിയോയിൽ നിന്ന് കമ്മട്ടിപ്പാടത്തിന്റെ വലിയ ഉയരങ്ങളിലേക്ക് വളർന്ന ഒരു നടൻ. ആ വളർച്ചയിൽ നമുക്കൊക്കെ സന്തോഷമുണ്ട്. അനിലിനെ നമ്മൾ വരുവാനിൽ ഈ ഒരു വില്ലന് വേണ്ട പല ചേരുവകളും ഈ അനിലിലുണ്ട് എന്നുള്ള കാര്യം ഞാൻ പണ്ട് തിരിച്ചറിഞ്ഞിരുന്നതാണ്. പക്ഷേ ബാലേട്ടൻ തിരിച്ചറിഞ്ഞു. ഞാൻ സത്യത്തിൽ അവനെ ശ്രദ്ധിച്ചത് രാജീവിന്റെ തന്നെ സ്റ്റീവ് ലോപ്പസിലൊക്കെ വന്നപ്പോഴാണ്. എടാ ഇത് അലക്കുന്നില്ല, സ്കൂൾ ഡ്രാമയിലുണ്ടെന്നും അതും ഇതൊക്കെ എനിക്കറിയാം. പക്ഷെ എന്നാൽ ഇത് കണ്ടപ്പോ ഞാൻ എടാ അത് യവൻ ഭയങ്കരനാണല്ലോ ആള് എന്നൊരു ഫീൽ എനിക്ക് അപ്പോഴേ ഉണ്ടായി. അപ്പൊ ഈ കഥാപാത്രത്തിന്റെ കാര്യം ഇപ്പൊ സുരേന്ദ്രൻ ആ കഥാപാത്രം വരുന്ന അവസരത്തില് രാജീവ് വിജയനായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ നമുക്കറിയാം ആളാ, നമുക്ക് പിന്നെ അതിനകത്ത് സംശയിക്കേണ്ട കാര്യമില്ല. നല്ല ആക്ടറാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ എന്താണ് ഈ പുറത്തേക്ക് പോകുന്നതിനെക്കാട്ടിലും ഉള്ളിലേക്ക് പിടിച്ച് ആ ശ്വാസഗതിയൊക്കെ ആയിട്ട് വെറുതെ നിക്കത്തില്ലേ, അതൊരു ആക്ടർക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് ആശാൻ തന്നെയായിരുന്നല്ലേ? അതിലെ സന്തോഷമുണ്ട്. അതിൽ ഞങ്ങളുടെ സ്റ്റുഡിയോയിൽ പിച്ച് വെച്ച ആളാണ്. അതുകൊണ്ട് വേണം ഞാൻ കാണിച്ചു തരാം. അനിലിന്റെ പറയണ്ട ഏറെക്കുറെ സ്വഭാവം പിടികിട്ടിയാണ്. ഇങ്ങനെയുള്ള ഉഡായിപ്പുകളായിരുന്നു അനിലിന്റെ കൈരളിൽ കാണുമെന്ന് പ്രതീക്ഷിച്ചില്ല. അനിലിനെ നമ്മൾ കടഞ്ഞെടുത്തതാണ്. അങ്ങനെ അതിന് വലിയ സന്തോഷമുണ്ട്. എന്താ കാരണം വെച്ചാൽ വളരെ നല്ലൊരു സിനിമയിൽ നല്ലൊരു റോള് മാത്രമല്ല, ആ റോളിനോട് പരിപൂർണമായിട്ട് നീതി പുലർത്തി. എന്ത് തോന്നുന്നു ഇപ്പോഴും? സന്തോഷം. ഇതിവിടെ നിൽക്കാത്തല്ലോ ഞാനത് പറയാൻ വരുമായിരുന്നു. കൂടെ ആകുമ്പോ ഇരട്ടി മധുരമാണ്. ഞങ്ങളുടെ ചേട്ടനാണല്ലോ സ്കൂൾ ഓഫ് ഡ്രാമ. അല്ല, ബാലേട്ടനാണ് നിങ്ങൾ 3 പേരിൽ ഏറ്റവും ചെറുപ്പം, മനസ്സിലാക്കണം. അതെ, ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങള് കോമ്പറ്റീഷൻ ബാലേട്ടനായിട്ടാണ്. ബാലേട്ടനൊക്കെ പ്രായം അങ്ങനെ കുറയ്ക്കാതുള്ള ഞങ്ങള്. പക്ഷെ അതൊക്കെ വലിയ അപകടത്തിലേക്ക് ഇത് കേട്ടോ അങ്ങനെ.